ആമോസ് പ്രവാചകനിലൂടെ കർത്താവ് നമ്മളുടെ തെറ്റുകളും കുറവുകളും നമുക്ക് വരുന്ന വീട്ടിൽ വരുത്തിയ അനർത്ഥങ്ങളെക്കുറിച്ചൊക്കെ കാരണം പറയുന്നു. ആമോസ് പ്രവാചകൻ പ്രവചിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരാധിക്കുന്നത്, നേർച്ചകൾ നിറവേറ്റുന്നത്, കൃതജ്ഞബലി അർപ്പിക്കുന്നത് എല്ലാം കൊട്ടിഘോഷിക്കലാണെന്നാണ് പ്രവാചകൻ പറയുന്നത്. ഇസ്രായേൽ ജനമേ, അതാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഇസ്രായേൽ ജനം നമ്മളെയാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനം, കർത്താവ് ഇഷ്ടപ്പെട്ട ജനമാണ് നമ്മൾ. എന്നിട്ടാണോ നിങ്ങളിങ്ങനെ ചെയ്യുന്നതാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്, നിങ്ങളുടെ ആഹാരത്തിന് തരി പോലും ഇല്ലാതാക്കി. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. മഴ പെയ്യിപ്പിച്ചില്ല. സസ്യങ്ങളെ ഉണക്കുന്ന കാറ്റുകൊണ്ട്, പൂപ്പൽ രോഗങ്ങൾ കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകരിച്ചു. തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളിലും ഫലമില്ലാതാക്കി. അത്തിവൃക്ഷങ്ങളും ഒലിവുമരങ്ങളും വെട്ടുകിളികൾ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകളിൽ കർത്താവിലേക്ക് നമുക്ക് തിരിയാം. അവിടത്തോട് നമുക്ക് കേണപേക്ഷിക്കാം. നമ്മുടെ അകൃത്യങ്ങൾ പൊറുക്കണമേ. നമ്മുടെ ഇഷ്ടത്തിന് നടക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് ദുരിതങ്ങളോ എന്തെങ്കിലും കുറവുകൾ വരുമ്പോൾ കർത്താവിനോട് ചോദിച്ച്, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളാണോ ഇതിന് കാരണമെങ്കിൽ അതിന് നമ്മൾ നല്ല പ്രായശ്ചിത്തം ചെയ്യുക, പ്രാർത്ഥിക്കുക. നന്നായി. എൻ്റെയും നിങ്ങളുടെയും ചില അസ്വസ്ഥതകൾക്ക് കാരണം നാം ദൈവത്തെ വേണ്ട വിധത്തിൽ നന്ദി പറയാത്തതാണ്. രോഗങ്ങളും നഷ്ടങ്ങളും അങ്ങനെ പലതും വരുന്നത് നമ്മളിൽ കർത്താവിനെ ശരിക്ക് മനസ്സിലാക്കാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഞങ്ങളിൽ വരുത്തിയ അനിഷ്ടതകളെല്ലാം കർത്താവെ നീ മാറ്റി ഞങ്ങളെ നിറവുകളാക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നെ അന്വേഷിക്കുകയും നിങ്ങൾ ജീവിക്കുമെന്നും പറയുന്നു. ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുന്നവരെ എന്നെ അന്വേഷിക്കുവാനാണ് പറയണ കർത്താവ് എന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ നമ്മുടെ അസ്വസ്ഥതകളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, നമുക്ക് എപ്പോഴെല്ലാം അസ്വസ്ഥത ഉണ്ടാകുന്ന, വിഷമതകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊന്ന് കുമ്പസാരിച്ച് നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്ത് എവിടെയാണ് എനിക്ക് വീഴ്ച വരുത്തിയതെന്ന് നിങ്ങൾക്കും എനിക്കും ദൈവത്തോട് കേണപേക്ഷിക്കാം. ദൈവത്തെ നീതിയോടെ പരമാർത്ഥ ഹൃദയത്തോടെ അന്വേഷിച്ച് നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ് അപേക്ഷിക്കാം. അവിടുന്ന് നമ്മെ രക്ഷിക്കും. ആമേൻ.